Theology of the body is the term given to the teachings of Pope St. John Paul II on the human person and human sexuality, made during his 129 Wednesday audiences delivered between September 1979 and November 1984. It is a bold Christian response to the sexual revolution. It conveys the traditional truths of the faith and morals in a new, accessible, and relatable way. John Paul II's Theology of the Body. വെൽക്കം ബാക്ക് ടു TOB, തിയോളജി ഓഫ് ദ ബോഡി. ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം എന്ന പഠന പരമ്പരയിലേക്ക് ഷാലോമിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഇതാ എൻ്റെ ഈ TOB ക്ലാസ് റൂം ഇവിടെ സന്നിഹിതരാണ്. ഇവരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിയോളജി ഓഫ് ദ ബോഡിയുടെ ക്ലൈമാക്സ് ആണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. കാരണം ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ തിയോളജി ഓഫ് ദ ബോഡി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. ഇത് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക സ്നേഹത്തിനായിട്ട്, കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങൾ നമുക്ക് തുറന്നു വയ്ക്കാം. നമ്മുടെ കുറവുകൾ, ബലഹീനതകൾ എല്ലാം പരിശുദ്ധാത്മാവിന് തുറന്നു വെച്ചുകൊണ്ട് കൃപ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും ആവശ്യമായ ഈ വലിയ രഹസ്യം ഈ എപ്പിസോഡിലൂടെ മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മ നമ്മോടൊപ്പമുണ്ട്. സ്വർഗം ഇവിടെ സന്നിഹിതമാണ്. സകല വിശുദ്ധരും നമ്മളോടൊപ്പമുണ്ട്. നമുക്കൊരുമിച്ച് പരിശുദ്ധ അമ്മയോട്, സകല വിശുദ്ധരോട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വെരി ഗുഡ്. അപ്പം നമ്മൾ ഈ എപ്പിസോഡിൽ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ ഇത് തിയോളജി ഓഫ് ദ ബോഡിയുടെ ഒരു ക്ലൈമാക്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായാൽ തീർച്ചയായിട്ടും തിയോളജി ഓഫ് ദ ബോഡിയുടെ എല്ലാ എപ്പിസോഡിലും നമ്മൾ കണ്ട എല്ലാ സത്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അങ്ങ് അലിഞ്ഞു ചേരും. അപ്പോൾ അത് പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള തിയോളജി ഓഫ് ദ ബോഡിയുടെ ഡയമെൻഷനിൽ നിന്നുള്ള ഒരു അപ്രോച്ചാണ്. അപ്പോൾ ഇത് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഈശോ നമ്മളെ സ്നേഹിക്കുന്ന വിധത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. എനിക്കറിയത്തില്ല നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന്. ഏതായാലും സ്ലൈഡ് നമുക്ക് കാണാം. ഈശോ നമ്മളെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് വായിക്കാവോ അത്? ദൈവം നമ്മെ ഒരു മണവാളനെ പോലെ സ്നേഹിക്കുന്നു. ഒരു യഥാർത്ഥ സ്നേഹത്തിൻ്റെ എല്ലാ അഭിനിവേശങ്ങളോടും കൂടിയ സ്നേഹമാണ്. ഒരു മണവാളനെ പോലെയാണ് ഈശോ നമ്മളെ സ്നേഹിക്കുന്നത്. അപ്പം നമ്മൾ ഈ കോൺസെപ്റ്റ് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിത്യമണവാളൻ, ഇറ്റേണൽ ബ്രൈഡ് ഗ്രൂമാണ് ഈശോ. നമ്മൾ രണ്ട് വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു. ഈ ഭൂമിയിലൊരു മാരേജ്, എർത്ത്ലി മാരേജ്, അതുപോലെ തന്നെ നമ്മളുടെ എല്ലാവരുടെയും ഡെസ്റ്റിനി ഈ ഹെവൻലി മാരേജാണ്. നിത്യമണവാളനായ ഈശോ തൻ്റെ മണവാട്ടിയായ സഭയുമായിട്ടുള്ള വിവാഹ വിരുന്ന്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മളെ വെളിപാട് പുസ്തകത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനോടുകൂടി അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ടിത് പോപ്പ് ബെനഡിക്റ്റ് ദൈവം സ്നേഹമാകുന്നു എന്നുള്ള ആ ഒരു ചാക്രിക ലേഖനത്തിൽ അദ്ദേഹം പ്രത്യേകമായിട്ട് പറയുകയാണ്, ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് വലിയ ഒരു അഭിനിവേശത്തോടാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഹീസ് എ ക്രേസി ലവർ. വളരെ ഒരു ക്രേസി, ഒരു മാഡ് ലവറിൻ്റെ ആ ഒരു വികാര ആവേശത്തോടു കൂടിയാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു കാര്യം നമ്മൾ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മളവിടെ കാണുന്നു
വലിയൊരു യൂണിയനും കമ്മ്യൂണിയനും വേണ്ടിയിട്ടുള്ള അതിയായ ദാഹം ഈ മണവാളനുണ്ട്. അപ്പം നമ്മൾ ചരിത്രത്തിൽ, മാനവ ചരിത്രത്തിൽ ആദ്യത്തെ ബ്രൈഡ് ഗ്രൂമിനെ കുറിച്ച് നമ്മൾ ഓർത്തു. ആരാ ആദ്യത്തെ ബ്രൈഡ് ഗ്രൂം? ആദം. മാനവ ചരിത്രത്തിൽ ആദ്യത്തെ ബ്രൈഡ് ഗ്രൂം വലിയ ആവേശത്തോടുകൂടി ബ്രൈഡിനെ നോക്കി എന്താ പറഞ്ഞത്? അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും വാ, ഇതുവരെ ഞാൻ നോക്കിയിരുന്ന് നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത്. അപ്പോൾ ഈ ഒരു ആശയം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ബ്രൈഡ് ഗ്രൂം ബ്രൈഡിനെ നോക്കി പറഞ്ഞു, ഇവിടുത്തെ നിത്യമണവാളനും ഇത് തന്നെയാണ് തൻ്റെ സഭയെ, ബ്രൈഡിനെ, തൻ്റെ മണവാട്ടിയെ നോക്കി. അത്ര അങ്ങ് വലിയ ദാഹമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള ദാഹമാണ്? യൂണിയന് വേണ്ടിയിട്ടുള്ള ദാഹം, കമ്മ്യൂണിന് വേണ്ടിയിട്ടുള്ള ദാഹം. എനിക്ക് നീയുമായി അകന്നിരിക്കാൻ പറ്റുകയില്ല, നീയുമായി എനിക്കൊന്ന് ചേർന്ന് ഒരുമിച്ച് ഒരു ശരീരമായി മാറണം. ഇതാണ് എൻ്റെ ദാഹം. ഇതാണ് നിത്യമണവാളൻ്റെ ആ വലിയ ദാഹം. അതുകൊണ്ട് ലാസ്റ്റ് സപ്പർ, അന്ത്യത്താഴം, അതെന്തായിരുന്നു എന്ന് പിതാക്കന്മാർ നമ്മൾ പഠിപ്പിക്കുകയാണ്. നമുക്ക് അവിടെ ഒന്ന് നോക്കാം. അതെന്തായിരുന്നു? ക്രിസ്തു കൗദാശികപരമായി നമുക്ക് വെളിപ്പെടുത്തുകയായിരുന്നു അടുത്ത ദിവസം, അതായത് ഗുഡ് ഫ്രൈഡേ, എന്താണ് തൻ്റെ മണവാട്ടിക്ക് വേണ്ടി താൻ ചെയ്യുവാൻ പോകുന്നതെന്ന്. അപ്പോൾ സെൻറ്റ് അഗസ്റ്റിൻ ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്: നിത്യമണവാളനായ യേശു തൻ്റെ മണവാട്ടിയായ സഭയുമായിട്ടുള്ള വിവാഹത്തിൻ്റെ കൺസ്യൂമേഷനായിരുന്നു ദുഃഖവെള്ളിയാഴ്ച കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ചെയ്തത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവിടെ മാര്യേജ് ബെഡ് എന്താണ്? അവരുടെ മാര്യേജ് ബെഡ് എന്താണ്? അവിടെ എന്താണ് ഈശോയുടെ മാര്യേജ് ബെഡ് എന്തായിരുന്നു? കുരിശ്. ഈശോയുടെ മാര്യേജ് ബെഡ് കുരിശായിരുന്നു. ഇപ്പോൾ സെൻറ്റ് അഗസ്റ്റിൻ പറയുന്നു, ആ മാര്യേജ് ബെഡിൽ അടുത്ത ദിവസം എന്താണ് താൻ തൻ്റെ മണവാട്ടിയോടുള്ള സ്നേഹത്തിൻ്റെ അത്യാധിക്യം മൂലം എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതിൻ്റെ ഒരു പുനരാവിഷ്കരണമായിരുന്നു അന്ത്യത്താഴ വേളയിൽ ഈ ശരീരം, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പവും വീഞ്ഞും തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് ഈശോ ചെയ്തത്. അപ്പോൾ ഇവിടെ അതാണ് ദുഃഖവെള്ളിയാഴ്ച ആ കുരിശിൽ ഈശോയുടെ പീഡാനുഭവത്തിൻ്റെയും ഈശോയുടെ മരണത്തിൻ്റെയും ഈശോ നേടിത്തരുവാൻ പോകുന്നതായ എല്ലാ രക്ഷയുടെയും ഒരു പുനരാവിഷ്കരണം അവിടെ ഈ അന്ത്യത്താഴത്തിൽ നമ്മൾ ആ പെസഹ നാളിൽ ആ അന്ത്യത്താഴത്തിൽ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിലൂടെ ഈശോ അവിടെ നിവർത്തിക്കുകയായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുമ്പോൾ ഈശോയ്ക്ക് നമ്മളോടുള്ള മണവാട്ടിയോടുള്ള അധികമായ സ്നേഹം, താൻ നാളെ ഇതാണ് ചെയ്യാൻ പോകുന്നത്, പക്ഷേ തനിക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റുകയില്ല. അതാണ് ക്രേസി ലവറിൻ്റെ ലക്ഷണം. എന്താണ്? എനിക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റുകയില്ല, പക്ഷേ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, എനിക്ക് പോകണം. അതിനെന്താ ഞാൻ ചെയ്യുന്നത്? ഇതാ കീറി മുറിച്ച് എൻ്റെ ശരീരം ഞാൻ നിനക്ക് തരികയാണ്. ഈ ശരീരം ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. ഇതിന് ജീവൻ, പുതുജീവൻ നിനക്ക് ലഭിക്കും. ഇനിയും നമ്മൾ വരുന്നത് വരെ ഇതായിരിക്കും നിനക്ക് സഹായകമായിട്ട് നമ്മൾ ഈ യൂണിയനും കമ്മ്യൂണിയനും ഇതിലൂടെ എന്നുമെന്നും ആസ്വദിച്ചു കൊണ്ടിരിക്കും. ഈ സ്വർഗീയ ആ എക്സ്റ്റസിയുടെ ഇതാ ഇവിടെ തന്നെ സാക്രമെൻ്റലി നിനക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ സാക്രമെൻ്റൽ പ്രസൻസ്, റിയൽ പ്രസൻസ് ആ പരിശുദ്ധ കുർബാനയിൽ ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഇത് വേറെ ആരും, ഒരു സമൂഹമോ പിന്നീട് ശിഷ്യന്മാരോ ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്തതല്ല. ഈശോ തന്നെ നേരിട്ട് ആവിഷ്കരിച്ച, സ്ഥാപിച്ച, ഏറ്റവും ദാഹത്തോടുകൂടി തൻ്റെ പ്രിയപ്പെട്ട മണവാട്ടിയുമായി ഒന്നു ചേർന്നിരിക്കുവാനുള്ള ആ ദാഹത്തിൻ്റെ ഫലമായിട്ട് ഈശോ സ്ഥാപിച്ചതായ കൂദാശയാണ്.
പരിശുദ്ധ കുർബാന. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോഴേ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ അങ്ങോട്ടേക്ക് സ്ലൈഡിലേക്ക് വിടുകയാണ്. യേശു യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരാൾ വീണ്ടും ജനിക്കണം. അപ്പം നമ്മൾ ഒന്ന് ചിന്തിച്ചേ, ഒരു ജനനം ആവശ്യമുണ്ടെങ്കിൽ ആദ്യം അവിടെ എന്താ നടക്കേണ്ടത്? ഒരു ഗർഭധാരണം നടക്കണം, ഇല്ലേ? ഒരു ജനനം ഉണ്ടാകണമെങ്കിൽ ഒരു ഗർഭധാരണം നടക്കണം. അവിടെ വീണ്ടും നോക്കുക, വീണ്ടും നമ്മൾ ഗർഭം ധരിക്കണമെങ്കിൽ ഒരു യൂണിയൻ ഉണ്ടാകണം, ഇല്ലേ? അപ്പം വീണ്ടും ജനിക്കുവാൻ ഒരു ഗർഭധാരണം വേണം, ആ ഗർഭധാരണത്തിന് കാരണമായൊരു യൂണിയൻ വേണം. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ മണവാളനും, നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടേക്ക് നോക്കാം, ഈ മണവാളനും മണവാട്ടിയും കൂടിയുള്ള ഒന്ന് ചേരലാണ്, ഒരു യൂണിയനാണ് പരിശുദ്ധ കുർബാന എന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുകയുണ്ടായി. അപ്പോൾ ഈ മണവാളനും മണവാട്ടിയും കൂടിയുള്ള യൂണിയനാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള യൂണിയനാണ്? മണവാട്ടി ഈ ഒന്നായി തീരുന്നത് മൂലം എന്താ മണവാട്ടിക്ക് ലഭിക്കുന്ന അഡ്വാൻറ്റേജ് എന്താണ്? ഷീ ഈസ് കൺസീവ്ഡ്, അവൾ ഗർഭം ധരിക്കുകയാണ്. എന്താണ് മണവാട്ടി ഗർഭം ധരിക്കുന്നത്? എന്താണ് മണവാട്ടി ഗർഭം ധരിക്കുന്നത്? നിത്യജീവൻ, ഇറ്റേണൽ ലൈഫ്. ഈ വലിയ സത്യമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ ഈശോ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിച്ച അവസരത്തിൽ വീണ്ടും 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 ആവർത്തിച്ച് പഠിപ്പിച്ചത്. പക്ഷേ ശിഷ്യന്മാർക്ക് അതൊന്നും മനസ്സിലായില്ല. ആളുകൾ കൂട്ടം കൂട്ടമായി ഈശോയെ വിട്ടുപോയി. അതെല്ലാം കേട്ടപ്പോൾ ഇതൊക്കെ ചുമ്മാ അതെന്തോ തിയറി പറയുകയാണ്. പക്ഷേ ഈശോ അവിടെ യാതൊരു കോംപ്രമൈസും ചെയ്യാതെ വീണ്ടും വീണ്ടും, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം വായിച്ചു നോക്കെ, ഒരേ കാര്യം വീണ്ടും 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 അവിടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ളത് വീണ്ടും വീണ്ടും പറയുന്ന ആ ഭാഗങ്ങൾ, അത് നമുക്ക് ധ്യാനിക്കുവാനായിട്ട് വളരെ വളരെ സഹായകമാണ്. അപ്പോൾ ഈ മണവാളനും മണവാട്ടിയും കൂടിയുള്ള ഒന്ന് ചേരലാണ്, യൂണിയനാണ് ഈ പരിശുദ്ധ കുർബാനയിൽ നടക്കേണ്ടത്. അപ്പോൾ ആരാണ് മണവാളൻ? യേശു നിത്യ മണവാളൻ. ആരാണ് മണവാട്ടി? സഭ. ആരാ സഭ? സഭ ആരാണ്? ഞാനും നിങ്ങളും, നമ്മൾ ഓരോരുത്തരും. അപ്പം നമ്മളും ക്രിസ്തുവുമായിട്ടുള്ള ഈ ഇഴുകിച്ചേരലാണ്, ഒന്ന് ചേരലാണ്, ഈ ഒരു വലിയ വൺ ഫ്ലഷ് യൂണിയനാണ് ഈ പരിശുദ്ധ കുർബാനയിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് ദ സോഴ്സ് ആൻഡ് സമ്മിറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ സ്രോതസ്സാണ്, അത് എല്ലാത്തിൻ്റെയും കേന്ദ്ര ബിന്ദുവാണ് പരിശുദ്ധ കുർബാന. ഇത് ഒരുപക്ഷെ നമ്മൾ എല്ലാ ദിവസവും കുർബാന സമർപ്പിക്കുന്ന ആളുകളാണ്, കുർബാന അർപ്പിക്കുന്ന ആളുകളാണേ പോലും ഇതിൻ്റെ ആ ഡെപ്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അറിയുകയില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളിത് മനസ്സിലാക്കുമ്പോൾ ഈ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പല വിശുദ്ധരുടെയും അവരുടെ വാക്യങ്ങളെ, അവരുടെ റിഫ്ലക്ഷൻസൊക്കെ നമുക്ക് കൂടുതൽ അർത്ഥവത്തായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വിവാഹത്തിലൂടെ, ഇത് പോപ്പ് ബെനഡിക്റ്റ് പ്രീ പേപ്പൽ വർക്ക് ലിറ്റർജിയെക്കുറിച്ചുള്ളതിനകത്ത് പോപ്പ് ബെനഡിക്റ്റ് ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് സ്ലൈഡിൽ കാണാം. വിവാഹത്തിലൂടെ സ്ത്രീയും പുരുഷനും ഒന്നായി തീരുന്നത് പോലെ വിശുദ്ധ കുർബാനയിൽ മണവാളനായ ക്രിസ്തുവും മണവാട്ടിയായ നാമും ഒന്നു ചേർന്ന് ഒരു ശരീരവും ഒരു മനസ്സും ഒരു ഹൃദയവും ഒരു ശരീരവുമാകും. ഇവിടെ വിവാഹം, അതാണ് ഈ വിവാഹം ഇതിൻ്റെ ഒരു പ്രതീകമാണ് എന്ന് പറയുന്നത്. വിവാഹം സ്വർഗത്തിൽ നടക്കുന്ന ആ ഇറ്റേണൽ എക്സ്ചേഞ്ച് ഓഫ് യൂണിയൻ്റെ ഒരു പ്രതീകം എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ഇവിടെ സ്ത്രീയും പുരുഷനും വിവാഹത്തിലൂടെ ഒരുമിച്ച് വന്ന് വൺ ഫ്ലഷ് യൂണിയനായി എന്താ സംഭവിക്കുന്നത്? അവരൊന്നു ചേർന്ന ആ സ്നേഹത്തിൻ്റെ ഫലമായി ഇതാ ഒരു പുതുജീവന് അവർക്ക് ജന്മം കൊടുക്കുവാൻ സാധിക്കും.
ഒരു പുതുജീവന്, വെൻ ഇറ്റ് ഈസ് ഓപ്പൺ ടു ലൈഫ്. അപ്പോൾ ഇവിടെ ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുന്നത് ഇതിനേക്കാൾ ഉപരി ഇതൊരു പ്രതീകമാണ്, ഒരു അനാലജിയാണ്. ഓക്കെ, നമ്മൾ അതല്ല പരിശുദ്ധ കുർബാന. ഇത് ഈ സ്വർഗീയ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് ഈ അനാലജി ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരിക്കലും നമ്മുടെ കൊച്ചു ബുദ്ധിയിൽ അതിനെ ആ തലത്തിൽ നിർത്താൻ പറ്റുകയില്ല. ഇത് അതിലുപരി മണവാളനായ ക്രിസ്തു മണവാട്ടിയായ സഭയുമായിട്ട് ഒന്ന്, അത് ഹൃദയവും മനസ്സും ശരീരവും, ലിറ്ററലി ശരീരവും ഒന്നായി ഇഴുകിച്ചേരുന്ന, പിന്നീട് അവർ രണ്ടല്ല ഒന്നാണ് എന്ന് പറയുന്നത് ശരിക്കും അവിടെ പ്രായോഗികമായിട്ട് ഈ പരിശുദ്ധ കുർബാനയിൽ ക്രിസ്തുവും മണവാട്ടിയുമായിട്ട് അവിടെ സംഭവിക്കുകയാണ്. ഒരുപക്ഷെ നമ്മളിതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുകയില്ല, ഒരുപക്ഷെ നമ്മൾ ഇത്രയും ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇതാണ് ശരിക്കും ഓരോ കുർബാന സ്വീകരണത്തിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. അപ്പം നിത്യമണവാളൻ എന്താ ചെയ്യുന്നത്? തൻ്റെ മണവാട്ടിയോട് പറയുകയാണ്. നമുക്ക് സ്ലൈഡിലേക്ക് നോക്കാം. നിത്യമണവാളൻ തൻ്റെ മണവാട്ടിയോട് പറയുന്നു, ഇതെൻ്റെ ശരീരം, ഇത് നിനക്കായി ഞാൻ നൽകിയിരിക്കുന്നു. അപ്പം മണവാളനായ ക്രിസ്തു തൻ്റെ മണവാട്ടിക്ക് വേണ്ടി സ്വന്തം ശരീരം കീറി മുറിച്ച് അങ്ങ് നൽകുന്ന ഒരു പ്രക്രിയയാണ് ഈ പരിശുദ്ധ കുർബാനയിൽ നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതാണ് മണവാട്ടി. എന്താ അവിടെ അതിനുശേഷം ഈ മണവാളൻ്റെ ശരീരം സ്വന്തം ശരീരത്തിലേക്ക് സ്വീകരിക്കുന്നു. അവിടെ വലിയ അത്ഭുതങ്ങൾ നടക്കുകയാണ്. എന്താണ് അവിടെ? ഈ വൺ ഫ്ലഷ് യൂണിയൻ, അവരങ്ങ് ഒന്നായിത്തീരുകയാണ്. ഒന്ന് വേറൊന്നിൽ അലിഞ്ഞു ചേരുന്നത് പോലെ. നമ്മൾ പാടാറില്ലേ, നീ എന്നിലും ഞാൻ നിന്നിലും. അവർ ആ ഒരു വലിയ വൺ ഫ്ലഷ് യൂണിയൻ അവിടെ നടക്കുന്നു. അതിൻ്റെ ഫലമായി മണവാട്ടി എന്താ മണവാട്ടിക്ക് ലഭിക്കുന്നത്? മണവാട്ടിക്ക് നിത്യജീവൻ, ഇറ്റേണൽ ലൈഫ്. അപ്പോൾ ഇനി ഈശോ പറഞ്ഞത് ഇതുമായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 56 ഒന്ന് വായിക്കാവോ ആരെങ്കിലും പെട്ടെന്ന്? എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും, ദേ ആർ നോ മോർ ടു. ഇതാണ് ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം. വീണ്ടും നമുക്ക് ചില ദൈവവചനങ്ങളും കൂടെ നോക്കാം പെട്ടെന്ന്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 47-48. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാണ്. നീ ഇത് വിശ്വസിച്ചാല് നിനക്ക് ജീവനുണ്ട്, നിത്യജീവനുണ്ട്. കാരണം ഞാൻ ജീവന്റെ അപ്പമാണ്. ഇതാ ഈശോ പറഞ്ഞത്. വീണ്ടും ഇത് തന്നെ ആവർത്തിച്ച് വീണ്ടും അവിടുന്ന് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 54-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവൻ മരിക്കുകയില്ല. ഞാനും നിങ്ങളും മരണത്തിന് വിധേയരല്ല. ഈ പരിശുദ്ധ കുർബാനയിൽ അത് വിശ്വസിച്ച് ഒരുക്കത്തോടുകൂടി ആ കുർബാന സ്വീകരിച്ച് മണവാളനുമായി നമ്മൾ ഇഴുകിച്ചേർന്ന് ഒന്നായി തീരുകയാണെങ്കിൽ ഈശോ ആണ് പറഞ്ഞത്, നമ്മൾ മരിക്കുകയില്ല. ഈ ലോകത്തിൽ നമ്മുടെ മർത്യ ശരീരം, നമ്മുടെ ഈ മോർട്ടൽ ബോഡി നശിച്ചു പോയാലും നിത്യതയിൽ നമ്മൾ എന്നും ജീവിക്കും. കാരണം എന്താണ്? ഞാൻ നിന്നിലും നീ എന്നിലും ആയിക്കഴിഞ്ഞിരുന്നു. അതിനുള്ള കുറുക്കു വഴിയാണ് നമുക്ക് ഈ പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ മണവാളൻ തന്നത്. അതുകൊണ്ടാണ് വീണ്ടും അവിടെ യോഹന്നാന്റെ സുവിശേഷം 6:58 വീണ്ടും നമ്മൾ വായിക്കുന്നു. ഈശോ പറയുക, ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാ, ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. പ്രിയപ്പെട്ടവരെ, ഈ രഹസ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ ബോധ്യങ്ങൾ എല്ലാം മറിയേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ ഓരോ സമയവും പരിശുദ്ധ കുർബാനയെ സ്വീകരിക്കുവാൻ പോകുമ്പോൾ ഒരുപക്ഷെ വളരെ യാന്ത്രികമായിട്ട് നമ്മൾ പലരും പറയുന്ന ഒരു കാര്യമാണ്, എല്ലാവരും പോകുന്നു, ഞാനും പോകുന്നു. എല്ലാവരും പോകുന്ന കൂട്ടത്തിൽ ഞാൻ മാത്രം കുർബാന സ്വീകരിക്കാൻ പോകാതെ, ഒരുപക്ഷെ ഞാൻ അയോഗ്യനാണ് എന്ന് എനിക്കറിയാം,
ഞാൻ കുർബാന സ്വീകരിക്കാൻ പോകാതെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആളുകൾ എന്ത് പറയും? എന്നാലും ഞാനങ്ങ് പോയേക്കാം, സാരമില്ല. ധാരാളം കേസുകൾ പലരും എൻ്റെ ഈ തിയോളജി ദ ബോഡി ക്ലാസ്സുകൾക്ക് ശേഷം, ധ്യാനങ്ങൾക്ക് ശേഷം അവരവരുടെ സാക്ഷ്യങ്ങൾ പറയാറുണ്ട്. പാപ അവസ്ഥയിൽ കുർബാന സ്വീകരിച്ച് ഈശോയുമായിട്ടുള്ള ബന്ധം ആഴപ്പെടുന്നതിന് പകരമായിട്ട് ബന്ധം വിച്ഛേദിച്ച് പോകുന്ന അവസ്ഥ. നമ്മളും സാത്താൻ സേവകരും തമ്മിൽ വേറെ വ്യത്യാസമൊന്നും ഇല്ല. അവിടെ അവർ വേറെ രീതിയിൽ ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്നു ഇതാണ്. നമ്മൾ യോഗ്യതയോടുകൂടി വിശ്വാസത്തോടുകൂടി ആ വെളുത്ത അപ്പത്തിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട് ഞാനിവിടെ പറയുകയാണ്. അദ്ദേഹം പറയുന്നു, പവിത്രമായ ഓരോ ഹോസ്റ്റും ഒരു മനുഷ്യ ഹൃദയത്തിലെ സ്നേഹം ഉപയോഗിച്ച് കത്തിക്കയറുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ സ്നേഹമില്ല എങ്കിൽ പരിശുദ്ധ കുർബാനയ്ക്ക് ആ തീയെ, സ്നേഹത്തിൻ്റെ തീയെ ആളിക്കത്തുവാൻ സാധിക്കുകയില്ല. നമ്മൾ നിർജീവരായി, നമ്മളെ യാതൊരു ഇതിനെക്കുറിച്ചുള്ള ബോധ്യവുമില്ലാതെ എല്ലാവരും പോകുന്നത് പോലെ നമ്മളും പോയി സ്വീകരിച്ചു. നമ്മുടെ തീ അവിടെ, സ്നേഹത്തിൻ്റെ തീ കെട്ടുപോവുകയാണ്. ഒരിക്കലും അത് ആളിക്കത്തുവാൻ അത് ഉപകരിക്കുന്നില്ല. പക്ഷേ ഈശോ അവിടെയും വെമ്പൽ കൊണ്ടുകൊണ്ട് നമ്മളോട് പറയുകയാണ്, ഞാൻ ജീവൻ്റെ അപ്പമാണ്, നീ വിശ്വസിക്ക്, നീ വിശ്വാസത്തോടുകൂടി ഇത് നീ സ്വീകരിക്കുക, ഒരുക്കത്തോടുകൂടി സ്വീകരിക്കുക, നീ മരിക്കുകയില്ല. നീ ഈ ലോകത്തിൽ പാപത്തിന് അടിമപ്പെട്ട് എത്ര മരിച്ചാലും നീ മരിക്കുകയില്ല. അതാണ് നമ്മൾ ഓരോ നിമിഷവും പരിശുദ്ധ കുർബാന വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിന് വലിയ അർത്ഥവും വലിയ ആഴവും നൽകുന്നത്. ഇനിയും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, നമ്മൾ തിയോളജി ദ ബോഡിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഈ തിയോളജി ദ ബോഡിയുടെ 129 കാറ്റഗിസസും എഴുതിയത് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ടാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ സവിശേഷത. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം ഇത് മുഴുവനും സ്വന്തം കൈപ്പടയിൽ എഴുതിയത്. അതൊരു വലിയ ഒരു അനുഗ്രഹത്തിന്, ലോകത്തിനൊരു വലിയ മാറ്റത്തിന് കാരണമായതിൻ്റെ കാരണം അതാണ്. അതുപോലെ പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയാറുണ്ട് എപ്പോഴും, ഈ യൂക്കരിസ്റ്റാണ് എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ എനിക്ക് ശക്തി തരുന്നത്. ഞാൻ സഭയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ലഭിക്കുന്ന ശക്തിയാണ്. അതുപോലെ നമുക്കറിയാം മദർ തെരേസ, അവരുടെ സിസ്റ്റേഴ്സ്, അവർ 1 മണിക്കൂർ അഡോറേഷൻ കഴിയാതെ അവർ പുറത്തേക്ക് ഇറങ്ങുകയില്ല. അപ്പോൾ എല്ലാം ഈ ശക്തിയുടെ ദ സോഴ്സ് ആൻഡ് സമ്മിറ്റ് ഓഫ് അവർ ലൈഫ്, അതാണ് ഈ പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇവൻ പോപ്പ് ഫ്രാൻസിസ് പല അവസരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ആ കോട്ട് ഞാൻ ഒന്ന് വായിക്കാൻ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരെണ്ണമാണ്. പോപ്പ് ഫ്രാൻസിസ് പറയുന്നു, നിങ്ങൾ വെറുതെ പോയി പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കുക, നിങ്ങളൊന്നും ചെയ്യണ്ട, ഈശോ നിങ്ങളെ നോക്കുന്നത് കാണുമ്പോഴുള്ള അതിൽ നിന്ന് തന്നെ നിങ്ങൾ കൃപ കൊണ്ട് നിറയും. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, സാരമില്ല, വെറുതെ പോയി അവിടെ ഇരിക്കുക. ദ ഗേസ് ഓഫ് ജീസസ് ദാറ്റ് വിൽ ഗിവ് യു മോർ പവർ ഇൻ യുവർ ലൈഫ്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി മാറണം. പലപ്പോഴും നമ്മൾ ഇതിനെ ഒരുങ്ങുന്നത് കുമ്പസാരത്തിലൂടെയാണ്. ഞാൻ കുമ്പസാരത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നില്ല, നിങ്ങൾ ധാരാളം കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം തിയോളജി ദ ബോഡി ഡയമെൻഷനിലൂടെ കുമ്പസാരത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്. നമ്മുടെ കുമ്പസാരത്തെക്കുറിച്ച് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 1458 പാരഗ്രാഫിൽ നമുക്കവിടെ അത് കാണാവുന്നതാണ്. കുമ്പസാരം നമ്മളെ എത്ര പ്രാവശ്യം നടത്തണം, ഏതൊക്കെ സമയങ്ങളിൽ നടത്തണം എന്നുള്ളതിനെക്കുറിച്ചൊന്നും സഭ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നില്ല. പക്ഷേ എങ്കിൽ നമ്മുടെ കൂടെയുള്ള കുമ്പസാരത്തെ സഭ എൻകറേജ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് പ്രധാനമായിട്ടൊരു 2-3 കാര്യങ്ങൾ അതിൽ ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പാപങ്ങളുടെ പതിവായിട്ടുള്ള ഏറ്റുപറച്ചിൽ നമ്മുടെ മനസാക്ഷിയെ രൂപാന്തരപ്പെടുത്തും. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഞങ്ങൾ മാസത്തിൽ ഒരിക്കൽ കുമ്പസാരിച്ചാൽ പോരെ, ഈ എപ്പോഴും എന്തിനാണ് കുമ്പസാരിക്കുന്നത്, ഞങ്ങൾ വലിയ പാവങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ. പക്ഷേ ഇതാണ് ഈ കുമ്പസാരമെന്ന് പറയുന്നത്,
നമ്മളെ നമ്മുടെ മനസാക്ഷിയെ രൂപാന്തരപ്പെടുത്തുവാനുള്ള വലിയ കൃപ ലഭിക്കുന്ന ഒരവസരമാണ്. ഇത് പലപ്പോഴും കുമ്പസാരത്തെ നമ്മളൊരു കാറിൻ്റെ ഔട്ട് സൈഡിൽ, ഇപ്പം വലിയ മഴയൊക്കെയാണ്, പുറത്ത് കാറെല്ലാം നമ്മൾ ചെളിയിലൂടെയൊക്കെ പോയി അഴുക്ക് പറ്റി പെട്ടെന്ന് പോയി നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കാറ് കഴുകി വൃത്തിയായിട്ട് വീണ്ടും നമ്മൾ മഴയത്തേക്ക് പോകും, വീണ്ടും ചെളി വരും, വീണ്ടും നമ്മൾ പോയി കഴുകും. ഇങ്ങനെ ഒരു മെക്കാനിക്കൽ ആക്റ്റായിട്ട് പലപ്പോഴും കുമ്പസാരം മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ കുമ്പസാരത്തിൻ്റെ ഉള്ളറയിൽ ഇതാണ്, ഇവിടെ കൃപയൊഴുകുകയാണ്. ഇറ്റ് ഈസ് എ ചാനൽ ഓഫ് ഗ്രേസ്. അതെന്തിനാണ് നമ്മളെ സഹായിക്കുന്നത്? നമ്മുടെ മനസാക്ഷിയെ രൂപാന്തരപ്പെടുത്തുവാൻ. സെക്യുലർ കൾച്ചറിൻ്റെ വലിയ ആധിപത്യത്തിൽ, ഇൻഫ്ലുവൻസിൽ തെറ്റായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കുരുങ്ങി മറിഞ്ഞു കിടക്കുകയാണ്. നമ്മുടെ ചിന്താഗതികളിൽ കുരുങ്ങി മറിഞ്ഞു കിടക്കുകയാണ്. നമ്മുടെ മനസാക്ഷി അതിനനുസരിച്ച് നാം രൂപാന്തരപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ടാണ് പലയിടത്തും ചെല്ലുമ്പോൾ, ഞാൻ ഒരിക്കലും ഒരു വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ അവിടെ ചെന്ന് ക്ലാസ്സുകൾ, പോണോഗ്രഫിയെക്കുറിച്ച്, മാസ്റ്റർബേഷനെക്കുറിച്ച് ക്ലാസ് എടുത്തു. കുറേ കുട്ടികളെ എൻ്റെ അടുത്ത് വന്ന്, ചെറുപ്പക്കാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് വലിയ പാപമായിട്ടൊന്നും തോന്നുന്നില്ല, എല്ലാവരും ചെയ്യുന്നു, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ഞങ്ങളെല്ലാം ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മനസാക്ഷിയെ ഈ സെക്യുലർ കൾച്ചറിനനുസരിച്ച് നമ്മൾ രൂപാന്തരപ്പെടുത്തി കഴിഞ്ഞിരിക്കുക. അപ്പോൾ ഈ കൂടെയുള്ള നമ്മുടെ കുമ്പസാരം ഒരു പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് നമ്മൾ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി, മണവാളനോടുള്ള അത്യധികമായ സ്നേഹത്തെ പ്രതി, ഞാൻ ആഴമായി നീയുമായി ഒന്നായി തീരണം, അതിനെനിക്ക് തടസ്സമാണിത്, നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിനൊരു ബ്ലോക്കാണിത്. ഈ ഒരു ദാഹത്തോടുകൂടി നമ്മൾ നമ്മുടെ ചെറുതും വലുതുമായ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മൾ കുമ്പസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി അവിടെ രൂപാന്തരപ്പെടുകയാണ്. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ കാണുന്നു, നമ്മളിലുള്ള ഈ ആസക്തികൾക്കെതിരായിട്ട് പോരാടുവാനുള്ള കൃപ നമുക്ക് അതിലൂടെ ലഭിക്കുകയാണ്. വീണ്ടും നമ്മൾ അവിടെ കാണുകയാണ്, ഈ പാപത്തിൻ്റെ അനന്തര ഫലമായി നമ്മളിൽ മുറിവുകളുണ്ടായിട്ടുണ്ട്, നമ്മുടെ പ്രവൃത്തികളുടെ ദൂഷ്യവശങ്ങളായിട്ടും മറ്റുള്ളവരിലും മുറിവുകളുണ്ടായിട്ടുണ്ട്. ഇത് സുഖപ്പെടുത്തുവാൻ ഈശോയ്ക്കുള്ള ഒരു അവസരമാണത്. നമ്മൾ ഈശോയെ അനുവദിക്കുന്നതാണ്. നമ്മൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് സ്നേഹത്തോടുകൂടി അനുദപിച്ചുകൊണ്ട് നമ്മൾ ആരെയൊക്കെ മുറിപ്പെടുത്തിയിട്ടുണ്ടോ അവരെ നമ്മൾ ഈശോയുടെ മുമ്പിലേക്ക് നമ്മൾ തുറന്നു വയ്ക്കുമ്പോൾ നമ്മളെയും അവരെയും ഈശോ സുഖപ്പെടുത്തുകയാണ്. ആ പാപത്തിൻ്റെ അനന്തര ഫലമായിട്ടുണ്ടായ മുറിവുകൾ, അതാണ് നമ്മൾ ഇതിനകത്തിൽ. ഇത് കൂടാതെ നമ്മുടെ ആധ്യാത്മിക ജീവിതം പുരോഗതി പ്രാപിക്കുക. നമ്മൾ പലപ്പോഴും മെക്കാനിക്കലായിട്ട് ഒന്ന് കുമ്പസാരിച്ചു, വീണ്ടും കുമ്പസാരിച്ചു, അങ്ങനെ തന്നെ കിടക്കുകയാണ്. നമ്മൾ പടിപടിയായി ഈശോയുമായിട്ടുള്ള ആ ആഴമായിട്ടുള്ള ബന്ധം, ആ ഒന്നുചേരൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. നമ്മൾ ക്രിസ്തുവുമായി ഒന്നു ചേർന്ന് ആ ഒരു ഗാഢമായ ബന്ധം അനുദിനം ഓരോ കുമ്പസാരത്തിലും കുർബാനയിലും നമുക്ക് അനുഭവിക്കുവാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം മാറിമറിയും. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ നമ്മൾ അനുഭവിക്കാത്ത സന്തോഷവും സമാധാനവും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ക്രിസ്തു വാഗ്ദാനം ചെയ്ത നിത്യജീവൻ 100% ഇവിടെ തന്നെ ഗ്യാരൻറ്റീഡായിട്ട് നമുക്ക് അനുഭവിക്കുവാനും നമുക്ക് ഉറപ്പ് വരുത്തുവാനും സാധിക്കും. അതിന് ഈ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈശോ ഇടയാക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ ഇനി നമ്മൾ കാണുന്നത് വരെ ബൈ ബൈ. ഹി ലവ്സ് യു, ജീസസ് ലവ്സ് യു. ശരീരത്തിൻ്റെ ദൈവശാസ്ത്രത്തിൻ്റെ അടുത്ത പഠന പരമ്പരയിൽ എന്തുകൊണ്ട് കത്തോലിക്കാ സഭയിലെ പുരുഷന്മാർക്ക് മാത്രം വൈദികനാകാനുള്ള അനുവാദം, എന്തുകൊണ്ട് സ്ത്രീകൾക്ക് വൈദികരായിക്കൂടാ, ഇത് വളരെ ഡിബേറ്റ് ആയിട്ട് പലരും സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതാണ്. കത്തോലിക്ക പഠനപ്രകാരം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എന്ന് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണും. അതുപോലെ തന്നെ അതിനോട് തുടർന്ന് എന്താണ് യേശു മണവാളനും നമ്മൾ മണവാട്ടിയും എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. യേശു മണവാളൻ, നമ്മൾ മണവാട്ടി, അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്താണ്, എന്തിനാണ് അങ്ങനെ പറയുന്നത്, ഇങ്ങനെ തുടങ്ങിയുള്ള അനേക കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യും. വളരെ ആകാംക്ഷയോടുകൂടി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. John Paul II's Theology of the Body.